മോള് നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ? നല്ല കുട്ടി. അപ്പൊ മുത്തശ്ശേരി കാര്യം ചോദിക്കട്ടെ, മോള് സത്യം പറയണം. ഇത്രയും ദിവസം മോൾ എവിടെയാ പോയിക്കൊണ്ടിരുന്നേ? ട്യൂഷന്. അതിനുശേഷോ? അച്ഛനുമായിട്ട് ബീച്ചിലും പാർക്കിലും ഒക്കെ പോവും. നോണ. സത്യായിട്ടും. എന്നിട്ട് ആ വിവരം എന്താ ആരോടും ഇവിടെ പറയാതിരുന്നേ? വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞോണ്ടാ. എന്നോട് മോൾക്ക് എന്തും തുറന്നു പറയാട്ടോ, ഞാനത് ആരോടും പറയില്ല. പൊതിച്ചോറ് കൊണ്ടുപോയില്ലേ, അത് ആർക്കു വേണ്ടിയാ മോളെ കൊണ്ടുപോയേ? എനിക്ക് വേണ്ടി. അല്ല. പിന്നെ ആർക്കു വേണ്ടിയാ? അതാ മുത്തശ്ശിക്ക് അറിയണ്ടേ. എനിക്ക് വേണ്ടി തന്നെയാ കൊണ്ടുപോയത്. അച്ഛനെ വിശാല് വിളിക്കാറുണ്ടോ മോളെ? അറിയില്ല. മോളെ വന്ന് കാണാറുണ്ടോ? ഇല്ല. ഒന്നും ആരോടും പറയരുതെന്ന് അച്ഛനായിരിക്കും മോളോട് പറഞ്ഞല്ലേ? അച്ഛൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്കൂളിൽ പോകുന്നില്ല എന്ന് മാത്രം ആരോടും പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അത് അമ്മ വഴക്കു പറയുന്നതുകൊണ്ടാ. മോക്ക് ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അതോ അമ്മയാണോ? പറ മോളെ, ആരെയാ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം. വിശാലിനെ ഇഷ്ടാണോ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണല്ലോ. നല്ല ബുദ്ധിയാ മോക്ക്. ഇത്രയും ആയുള്ളെങ്കിലും വലിയ ആൾക്കാരെക്കാളും വിവേകവും പക്വതയും മോൾക്കുണ്ട്. ഞാനിങ്ങനെയൊക്കെ ചോദിച്ചൂന്ന് ആരോടും ചെന്ന് പറയരുത് കേട്ടോ, അമ്മ പിന്നെ എന്നെ വെച്ചേക്കില്ല. ഇല്ല, ഞാൻ ആരോടും പറയില്ല. എന്നാ മോള് പോയി കളിച്ചോ. ആരാ? എന്തു വേണം? എന്റെ പേര് പ്രഭാവതി. ഞാൻ ശരത്തിന്റെ അമ്മയാ. ആരുടെ അമ്മ? ശരത്തിന്റെ. ഓ, അവന്റെ അമ്മയാണോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വഴിതെറ്റി കരുതാണോ? അല്ല, എനിക്ക് പൊന്നുമണി ഒന്ന് കാണണം. ആരെയും കാണണ്ട, നിങ്ങൾ പോകാൻ നോക്ക്. അവളോടൊന്ന് സംസാരിച്ചിട്ട് ഉടനെ തിരിച്ചു പൊയ്ക്കോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയരുത്, അത്യാവശ്യമായിട്ടാ. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ മകൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെക്കുറിച്ചും ധാരാളം കേട്ടിട്ടുണ്ട്. ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാരമ്പര്യമല്ലേ നിങ്ങളുടെ മോനുള്ളത്. ഈ വീട്ടിൽ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സഹായം ആവശ്യമില്ല. ഇറങ്ങിപ്പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ എനിക്ക് ബലമായിട്ട് ഇറക്കി വിടേണ്ടി വരും. ഞാൻ വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ. ശരിയാ നിങ്ങൾ പറഞ്ഞത്. എന്റെ മകനെക്കുറിച്ച് അത്ര നല്ല വാർത്തകളൊന്നും ആയിരിക്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ ഒരിക്കലും പൂർണ്ണമായിട്ട് അവന്റെ കൂടെ നിന്നിട്ടില്ല. ന്യായീകരണം ഒന്നും കേൾക്കേണ്ടത് പറഞ്ഞില്ലേ? ഞാൻ പൊന്നുമണിയെ കാണാനാ വന്നതെങ്കിൽ കണ്ടിട്ടേ പോവും. നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല. അമ്മേ, നീ എവിടെയാ? ഇവിടെ ശരത്തിന്റെ അമ്മ വന്നിരിക്കുന്നു. പൊന്നുമണിയെ കാണണമെന്ന്. കാണണ്ടെന്ന് പറഞ്ഞപ്പോ അവരനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്മ ഫോൺ അവരുടെ കൊടുത്തേ. നിരഞ്ജന. ഹലോ. നിങ്ങൾക്ക് ദേവികയുടെ ജീവിതത്തിൽ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോരെ? എന്തിനാ എന്റെ വീട്ടിലേക്ക് എന്നത്? ഞാൻ വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പൊന്നുമണി ഒന്ന് കാണാനാ. ചില വിവരങ്ങൾ അറിയണം, പോകണം, അത്രേ ഉള്ളൂ. ദയവ് ചെയ്ത് അവളെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കിത്താ. ഫോൺ അമ്മയ്ക്ക് കൊടുത്തേ. ശരി. ആ മോനെ, ഞാൻ ഉടനെ അവിടെ എത്താമേ.
എന്നിട്ട് പൊന്നുമണിയെ വിളിച്ചാൽ മതി. ഞാൻ എത്തുന്നതിന് മുമ്പ് ഒരു കാരണവശാലും പൊന്നുമണിയും അവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കരുത്. ശരി മോനെ. എന്നെ മനസ്സിലായോ മോക്ക്? നീ അകത്ത് കയറി പോയ പൊന്നുമണി. നിങ്ങള് ശരത്തിന്റെ അമ്മയല്ലേ? അതെ, ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാ. നിന്നോട് കയറി പോകാനല്ലേ പറഞ്ഞത്? എന്നെ കാണാൻ ഒരാള് വരുമ്പോ അവരോട് സംസാരിക്കണ്ടേ അമ്മായി? അല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? നിരഞ്ജൻ വന്നിട്ട് സംസാരിച്ചാൽ മതി എന്നാ പറഞ്ഞത്. എന്തിനാ അത്? എനിക്കൊരാളോട് സംസാരിക്കാൻ നിരഞ്ജന്റെ നല്ല ആരുടെയും സഹായം വേണ്ട. പറഞ്ഞോ, എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? മോളെ വേണ്ട. അമ്മായി ഒന്ന് പേടിക്കാതിരിക്കോ? തല കൊയ്യാനൊന്നും അല്ലല്ലോ അവര് വന്നിരിക്കുന്നേ, സംസാരിക്കാനല്ലേ. നിങ്ങൾ വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. എനിക്ക് ചില വിവരങ്ങൾ അറിയണം. അത് സത്യസന്ധമായിട്ട് മോൾ എന്നോട് പറയണം. പറഞ്ഞ മോളെപ്പോലെ ധൈര്യമുള്ള ഒരു കുട്ടി എന്റെ മരുമകളായിട്ട് വരണമെന്നാ എനിക്ക്. അതൊരു കോംപ്ലിമെന്റ് ആണല്ലോ. എനിക്ക് അത്തരം ആഗ്രഹങ്ങളൊന്നും തൽക്കാലം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഓഫറുകളൊന്നും എന്നെ പ്രലോഭിപ്പിക്കുന്നുമില്ല. നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോ. എനിക്കറിയേണ്ടത് ശരവണനെ കുറിച്ചാണ്. അവനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം മോൾ എന്നോട് പറയണം. പ്രത്യേകിച്ച് ശരത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച്. നിങ്ങൾ ആരാ ഇങ്ങോട്ട് അയച്ചത്? ശരത്താണോ? ഒരിക്കലുമല്ല. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദേവികയാണ്. മോളെ വന്ന് കണ്ടാൽ മതിയെന്ന് ദേവിക എന്നോട് പറഞ്ഞത്. എനിക്കറിയാവുന്നത് മുഴുവൻ ഞാൻ പറയാം. അതിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇത്രേ എനിക്കറിയൂ. മതി. ഇനി ഒരു ഉപകാരം കൂടി മോൾ എന്നോട് ചെയ്യണം. ഞാൻ ഇവിടെ വന്നതും ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നും ഒരു കാരണവശാലും ശരത്തിനോട് പറയരുത്. ഒരിക്കലുമില്ല. ആരും ഇതറിയില്ല.